നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവിടെ വിദ്യാർത്ഥികൾ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധം ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. എക്സാമും നടത്തി, റിസൾട്ടും വന്ന് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇനി അവരുടെ കൂടുതൽ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോഴും പഴയ കാര്യം പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, അതിൻ്റെ ഒരു അലയൊലികൾ കേരളത്തിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഈ ആഴ്ചകളിലൊക്കെ തന്നെ പലയിടത്തും ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ഏതായാലും ഇന്നലെ നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് വയനാട് കൽപ്പറ്റയിൽ നടത്തിയ മാർച്ചിനിടെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ ഒരു KSU നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റ പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൗതം ഗോകുൽദാസ് പോലീസുകാരന്റെ കരണത്തടിച്ച സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസുകാരന്റെ മുഖത്തടിച്ചതിനുമാണ് ഗൗതമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് പോലീസ് ബാരിക്കേഡൊക്കെ മറികടന്ന് അങ്ങോട്ട് ഉന്തും തള്ളുമായി കടക്കാൻ നിൽക്കുന്നതിനിടയിലാണ് അവരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. അപ്പോഴൊക്കെ തന്നെ ആ പോലീസുകാർ അവിടെ സംയമനം പാലിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. അവരെ തടയുന്ന ഒരു കാഴ്ച, അവരുടെ ദേഹത്ത് കൈവയ്ക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, അവരെ തടഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഗൗതം അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇതിനിടയിൽ ഗൗതമിനെ അവിടെ നിന്ന് മറ്റുള്ള പാർട്ടി പ്രവർത്തകർ പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രവൃത്തി തന്നെയാണ് ഇത്. അതുപോലെ ഏത് പ്രസ്ഥാനത്തിലുള്ള പ്രതിഷേധം നടന്നാലും ഇത് തെറ്റ് തന്നെയാണ്. കാരണം പോലീസുകാരെ അവരുടെ ക്രമസമാധാന നില അവിടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ് പോലീസുകാരൻ്റെ അല്ലെങ്കിൽ പോലീസുകാരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അവിടെ അത്തരത്തിൽ നിൽക്കുന്ന അവർക്കെതിരെ ഇത്തരത്തിൽ പലരും പല വെല്ലുവിളികളൊക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പോലീസുകാരുടെ ദേഹത്ത് കൈവയ്ക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതും കുറ്റകരം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ഗൗതമിനെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഒരു KSU നേതാവാണ് ഇപ്പോൾ ഭരിക്കുന്നത്. UDF സർക്കാരാണ് എന്ന് കരുതി അത്തരത്തിലൊരു വിട്ടുവീഴ്ചയൊന്നും നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ആര് ഭരിക്കുമ്പോഴാണെങ്കിലും ഇത്തരത്തിൽ തങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്താൽ തീർച്ചയായിട്ടും നടപടിയെടുക്കണം. ഇവിടെയും ഗൗതമിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കൽപ്പറ്റയിൽ നടത്തിയ പ്രകടനത്തിനിടെ പോലീസ് നേതാക്കളും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഇതിനിടയിൽ ജില്ലാ പ്രസിഡന്റ് പോലീസുകാരന്റെ കരണത്തടിച്ച സംഭവങ്ങൾ ഉണ്ടായത്. ദൃശ്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലായി. പിന്നാലെ പോലീസ് കേസെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് MR അജിത് കുമാർ എന്ന് പറയുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ കേസ് അട്ടിമറിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ചുമതലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് അന്ന് നവകേരള സദസ്സ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കടന്നു പോകുന്ന വഴിയിൽ ഇതേ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾ കരിങ്കൊടി കാണിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഗൺമാനും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇറങ്ങി വന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഒരു ദയയുമില്ലാതെ അവരെ മാരകമായിട്ട് പരിക്ക് പറ്റുന്ന തരത്തിൽ അവരെ തല്ലിച്ചതച്ച ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് കൃത്യമായിട്ട് പ്രതിഷേധമുയർത്തിയവരാണ് ഇവർ. എന്നിട്ട് ഇന്ന് അതേ സ്ഥാനത്ത് തന്നെയാണ് ഇന്നൊരു പോലീസുകാരനെ തിരിച്ച് മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും അത് കഴിഞ്ഞ് സമരം കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നതൊക്കെ തന്നെ സ്വാഭാവികമാണ്. പക്ഷേ ഒരിക്കലും യൂണിഫോം ഇട്ടിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ കൈവയ്ക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഏതായാലും നടപടിയെടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.